കോട്ടയം പള്ളിക്കത്തോട് അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് വരികയാണ്. വീടിനോട് ചേർന്ന താൽക്കാലിക അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അമ്മ സിന്ധുവിനെ അരവിന്ദ് വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയത്. അമ്മയെ കൊലപ്പെടുത്തിയ വിവരം അരവിന്ദ് തന്നെയാണ് അയൽവീട്ടിൽ അറിയിച്ചത്. എൻ്റെ അറിവിൽ ഒരു ഒന്നര വർഷമായി കാണും. ഈ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ എൻക്വയറി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിച്ച് ഓട്ടോമാറ്റിക്കായിട്ടും മെമ്പറാണല്ലോ അയൽവക്കത്താണ് താമസിക്കുന്നത്. അപ്പം എന്നോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ആളെ അറിയുമോ. അപ്പോൾ എനിക്ക് ഇവിടെ താമസത്തിന് വന്നതായിട്ട് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്, അവൻ ഇങ്ങനെയുള്ള അഡിക്ഷൻ പെട്ട ആളാണെന്നുള്ളത് അറിയാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്യുകയോ അതിൻ്റെ പെനാൽറ്റിയൊക്കെ അടിച്ച് ഒഴിവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അരവിന്ദ് ലഹരിക്ക് അടിമയായിരുന്നുവെന്നും സിന്ധുവിന്റെ സഹോദരി സന്ധ്യ പറഞ്ഞു. ഇന്നലെ ഇങ്ങനെ സാധാരണ ഇന്നലെ രാവിലെ ഞാനും ഉൾപ്പെടെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയതും വിനീച്ചാരുടെ ഇത് കിട്ടിയതും. വന്നു കഴിഞ്ഞിട്ട് ഇവളോട് ഞാൻ ചോദിച്ചെന്നു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലടി, അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാനിവിടെ കറി വെക്കുക പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ഫോൺ വെച്ചതാ. അങ്ങനെ ഒരു വിട്ടുകത്തിയായിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് പോണക്ക് ഞാൻ എൻ്റെ തള്ളെ വെട്ടിക്കൊന്നു, പോലീസിനെ വിളിക്കാൻ പറഞ്ഞ. അപ്പോൾ അവർ പേടിച്ചിട്ട് പിന്നെ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു മെമ്പറാ പോലീസിനെ വിളിച്ച് വരുത്തിയതൊക്കെ. പോലീസുകാർ വന്നപ്പോൾ ശരി അവൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട് വിവാഹത്തിയായിട്ട്. ഗോകുൽ രമേശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്? പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്നലെ രാത്രി 8:30 കൂടിയിട്ടായിരുന്നു ഈ ഒരു അതിദാരുണമായിട്ടുള്ള സംഭവം നടക്കുകയുണ്ടായത്. കോട്ടയം പള്ളിക്കത്തോടിലാണ് അമ്മയെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. സിന്ധു എന്ന് പറയുന്ന ലോട്ടറി കച്ചവടക്കാരിയായിട്ടുള്ള വീട്ടമ്മയാണ് സ്വന്തം മകനായിട്ടുള്ള അരവിന്ദ് വാക്കത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി തന്നെ ഇയാളെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇന്ന് രാവിലെ ഈ അരവിന്ദിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. ഈ അമ്മയുമായിട്ട് ഈ അരവിന്ദിന് നേർനാളായിട്ട് വാക്കുതർക്കമടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇന്നലെ വൈകിട്ട് അത്തരത്തിൽ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം മാത്രമല്ല, ഈ അരവിന്ദ് എന്ന് പറയുന്ന ആള് ഏറെ നാളായിട്ട് ലഹരിക്ക് അടിമയായിരുന്നു. ലഹരി ഉപയോഗം കൂടിയിട്ട് അയാളുടെ മാനസിക നില അടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് അയൽക്കാരും അയാളുമായിട്ട് ബന്ധമുള്ള ആളുകളുമൊക്കെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം നടത്തിയതും ലഹരിയുടെ ആസക്തിയിൽ തന്നെ ആയിരുന്നുവെന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്. ഇന്നലെ ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇവരുടെ പാചകപ്പുരയുള്ളത്. അവിടെ രാത്രി ഈ സിന്ധു പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിലൂടെ എത്തി വാക്കത്തി ഉപയോഗിച്ച് കഴുത്തിന് പിറക് ഭാഗത്ത് വെട്ടി ആണ് ഇയാൾ കൊലപ്പെടുത്തുകയുണ്ടായത്. കൊലപാതകത്തിന് ശേഷം അരവിന്ദ് തന്നെ തൊട്ട് സമീപത്ത് താമസിക്കുന്ന ഇവരുടെ ബന്ധുവിൻ്റെ വീട്ടിലെത്തിക്കൊണ്ട് ഇത്തരത്തിൽ താൻ സിന്ധുവിനെ കൊലപ്പെടുത്തി പോലീസിൻ്റെ വിളിക്ക് എന്നുള്ള കാര്യം അവരോട് പറയുകയായിരുന്നു. തുടർന്ന് ഈ അയൽക്കാർ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്ന് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് എത്തുന്ന സമയം ഈ വീട്ടമ്മയെ അവിടെ ചോരയിൽ കുളിച്ച നിലയിൽ അവരുടെ മൃതദേഹം കിടക്കുകയായിരുന്നു. തൊട്ട് സമീപത്ത് തന്നെ വാക്കത്തിയുമായിട്ട് അരവിന്ദ് ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം കൂടി നടന്നു വരികയാണ്. മറ്റെന്തെങ്കിലും കാരണം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം അന്വേഷിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിമാൻഡ് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ലക്ഷ്മി.